ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ല സൂപ്പറായിട്ട് നമുക്ക് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കി നോക്കൂ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് ഇത് മാറും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ പീസ് കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം. ഞാനിപ്പോൾ 200 ഗ്രാം അളവിലാണ് ഈ ഗ്രീൻ പീസ് എടുത്തിട്ട് തലേ ദിവസമേ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്രീൻ പീസ് എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു തവ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് അളവിൽ 2 കറുവാപ്പട്ടയും 2 ഏലക്കയും കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. നമ്മൾ ഈ ചേർക്കുന്നതിൻ്റെ അളവൊന്നും കൂടിപ്പോകരുത്. അപ്പോൾ ഇതുപോലെ കുറഞ്ഞ അളവിൽ മാത്രം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മുഴുവൻ പെരിഞ്ജീരകം അതും കൂടി. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മുഴുവൻ കുരുമുളക്. നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ മുഴുവനായിട്ടുള്ള സ്പൈസസ് ചേർത്തിട്ട് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നതാണ് കേട്ടോ കൂടുതൽ രുചികരമായിട്ടുള്ളത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത്രയും ചേർത്തിട്ട് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം വരെ ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. കൂടുതൽ സമയം നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുപോലെ കുറച്ച് സമയം മാത്രം ഞാനിതൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഈ സമയത്തെല്ലാം നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് സിമ്മിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ചിരകിയ തേങ്ങയും കൂടി. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു അളവിൽ മാത്രം മതിയാവും. തേങ്ങയ്ക്കൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം എരിവ് കുറഞ്ഞിട്ടുള്ളൊരു മുളക് പൊടിയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. മുളക് പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ തേങ്ങയുടെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. നമ്മുടെ ആ മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതിയാവും. മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഞാനിതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ. ഈ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കുക്കറൊന്ന് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും മുഴുവൻ പെരിഞ്ജീരകവും ഒരു 3 ഗ്രാമ്പൂ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 സവാള ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാളയും കൂടി ഇതിലേക്ക് ചേർക്കാം. സവാളയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടട്ടെ. ഒരുപാട് അതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ സവാള വഴണ്ടിയിട്ടിക്കൊള്ളും കേട്ടോ, കാരണം വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ സവാളയെല്ലാം ചെറിയ രീതിയിലൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടത് ഒരു തക്കാളിയും കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്.
അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഈ സമയത്തെല്ലാം മീഡിയത്തിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരുന്നില്ലേ നമ്മുടെ ഗ്രീൻ പീസ്, അതും കൂടി ചേർക്കാം. ഗ്രീൻ പീസും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളിതാ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ മസാലക്കൂട്ടും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഈ ജാറിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് നമ്മുടെ ഈ കറിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡിയാക്കി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കുക്കറിൽ ഒരു 3 വിസിലാകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന നമ്മളിപ്പോൾ എടുക്കുന്ന ആ ഒരു കുക്കറിൻ്റെ ഇത് വെച്ചിട്ട് നമുക്കറിയാവുന്നതാണ് ഗ്രീൻ പീസ് കറി വെക്കുമ്പോഴത്തേക്ക് എത്രത്തോളം വിസിൽ വേണമെന്ന്. ആ ഒരു വിസിലിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് വെക്കുന്നത്. എന്നാൽ ശരി, ഇതൊരു 3 വിസിൽ വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഇതിൽ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഉടൻ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്നും സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമ്മുടെ ഈ ഗ്രീൻ പീസ് കറി കിട്ടുന്നത്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും നമ്മളൊരു നോൺ വെജ് കറി കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ഗ്രീൻ പീസ് കറിയിൽ കിട്ടുന്നത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഇതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.